ഓണസദ്യയിലേക്കുള്ള ഒരു നാരങ്ങ അച്ചാറാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. 10 നാരങ്ങ, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, കടുക്, ഉലുവപ്പൊടി, നല്ലെണ്ണ, ഉപ്പ്. ഈ നാരങ്ങ ഞാൻ ഇഡലിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി ചെറുതായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 4ആയിട്ട് കീറി കുരു കളഞ്ഞെടുക്കാം. കുരു കളഞ്ഞ നാരങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി കീറിയതാണ്. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് മൂപ്പിക്കാം. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് വേവിക്കാം. ഇതിലേക്ക് നാരങ്ങ വെന്ത് വരുന്നതിനെ കുറച്ച് വിനാഗിരി ചേർത്ത് തിളപ്പിക്കാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അച്ചാർ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു അച്ചാർ ഒരാഴ്ച കഴിഞ്ഞെടുത്ത് ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ ടേസ്റ്റി ആകുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്നതാണ്.